ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം ആൻസ് 1970. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ആൻസ് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവം കൊണ്ട് നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യധാന്യങ്ങൾ ആൻസ് അരി, ഗോതമ്പ്. ഹരിത വിപ്ലവം ഇന്ത്യയിൽ ശക്തമായത് ഏത് പദ്ധതി കാലഘട്ടത്തിൽ? ആൻസ് 1966 മുതൽ 69 വരെ റോളിംഗ് പദ്ധതി. ഹരിത വിപ്ലവ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ കൃഷിമന്ത്രി ആരായിരുന്നു? ആൻസ് സി സുബ്രഹ്മണ്യൻ. ഹരിത വിപ്ലവത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദകരായി ഇന്ത്യ മാറിയ കാലഘട്ടം ആൻസ് 1978 മുതൽ 80 വരെ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആൻസ് വില്യം ഗൌഡ്. എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമേത്? ആൻസ് സർബതി സോറോണ. ഹരിത വിപ്ലവം ആരംഭിച്ച വർഷമേത്? ആൻസ് 1944, മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ആൻസ് പരുത്തി. നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം ആൻസ് 1970. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ആൻസ് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവം കൊണ്ട് നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യധാന്യങ്ങൾ ആൻസ് അരി, ഗോതമ്പ്. ഹരിത വിപ്ലവം ഇന്ത്യയിൽ ശക്തമായത് ഏത് പദ്ധതി കാലഘട്ടത്തിൽ? ആൻസ് 1966 മുതൽ 69 വരെ റോളിംഗ് പദ്ധതി. ഹരിത വിപ്ലവ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ കൃഷിമന്ത്രി ആരായിരുന്നു? ആൻസ് സി സുബ്രഹ്മണ്യൻ. ഹരിത വിപ്ലവത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദകരായി ഇന്ത്യ മാറിയ കാലഘട്ടം ആൻസ് 1978 മുതൽ 80 വരെ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആൻസ് വില്യം ഗൌഡ്. എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമേത്? ആൻസ് സർബതി സോറോണ. ഹരിത വിപ്ലവം ആരംഭിച്ച വർഷമേത്? ആൻസ് 1944, മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ആൻസ് പരുത്തി. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്? വളപട്ടണം. വാസ്കോഡി ഗാമ കാപ്പാടെത്തിയ കപ്പലിന്റെ പേര്? സാൻ ഗബ്രിയേൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. അർജുന അവാർഡ് നേടിയ ആദ്യ വനിതാ അത്ലറ്റിന്റെ പേര്? കെ.സി. അലമ്മ. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേര്? വിദ്യാവിലാസിനി. ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പമ്പാ നദി. ദേശാടന പക്ഷികൾക്ക് പേരുകേട്ട കേരളത്തിലെ തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? ഗുരു 1997. കേരള നിയമസഭയുടെ സ്പീക്കറായ ആദ്യ വനിത ആരാണ്? ജി. കാർത്യായനി. കേരളം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം 1963. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേര്? സേവാ തീർത്ത്. ഓക്സ്ഫഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രസാധകരായ ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റി പ്രസ് (OUP) തെരഞ്ഞെടുത്ത 2025 ലെവാക്ക് റേജ് ബേറ്റ്. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജഭവന്റെ പുതിയ പേര്? ലോകഭവൻ. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം? ബ്രസീൽ. ശ്രീലങ്കയിൽ കനത്ത പ്രളയത്തിനിടയാക്കി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ്? ഡിക്വ. ക്വാണ്ടം ശാസ്ത്രത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും UN രാജ്യാന്തര വർഷം ഏതാണ്? 2025. ഇന്ത്യയുടെ ജനസംഖ്യ 190 കോടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന വർഷം ഏതാണ്? 2080. സയീദ് മോദി സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ ഡബിൾസ് കിരീടം നിലനിർത്തിയ ഇന്ത്യൻ ജോഡി ഏതാണ്? ട്രീസ ജോളി, ഗായത്രി ഗോപീചന്ദ്. മലേഷ്യയിൽ നടന്ന സുൽത്താന് അസ്ലന് ഷാ ഹോക്കിയിലെ ഇന്ത്യന് പുരുഷ ടീം നേടിയ മെഡൽ ഏതാണ്? വെള്ളി. 2025 നവംബർ 25 അന്തരിച്ച കന്നഡ ഹാസ്യ സ്വഭാവനടൻ ആരാണ്? M.S. സുമേഷ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം രചിച്ച തിരുവിതാംകൂർ രാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കേരളത്തിന്റെ നെയ്ത്തു പട്ടണമായ ബാലരാമപുരത്തിനു ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ തിരുവിതാംകൂർ രാജാവ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവനന്തപുരത്ത് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളിക കൊട്ടാരം പണി കഴിപ്പിച്ച രാജാവ്? സ്വാതി തിരുനാൾ രാമവർമ്മ. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി? വിശാഖം തിരുനാൾ രാമവർമ്മ. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാട് കടത്തിയ തിരുവിതാംകൂർ രാജാവ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 1857 മഹത്തായ വിപ്ലവ സമയത്തെ തിരുവിതാംകൂർ രാജാവ്? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്? ആയില്യം തിരുനാൾ രാമവർമ്മ. കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, രാജസൂയം, സുഭദ്രാഹരണം എന്നീ ആട്ടക്കഥകൾ രചിച്ച രാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. 20ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരി?
പോരാടം തിരുനാൾ സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ജനകീയമാക്കിയ ഭരണാധികാരി വിശാഖം തിരുനാൾ രാമവർമ്മ. 1859 അയർലൻഡ്കാരനായ ജെയിംസ് ഡാറസമേൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്തരം തിരുനാൾ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസംവിധാനം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ കേണൽ മൺറോ. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവന്നിരുന്ന ഉത്സവം മുറജപം. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനമാരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ദങ്ങുവച്ചപുരം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആവിർഭാവം എന്നിവ ആരുടെ ഭരണകാലത്തായിരുന്നു? ശ്രീചിത്തിര തിരുനാൾ. സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാൻ അവകാശം സ്ഥിരപ്പെടുത്തിക്കൊടുത്ത വിളംബരമേത്? പണ്ടാരപ്പാട്ട് വിളംബരം. 1836 തിരുവിതാംകൂറിൽ കാനേഷുമാരി കണക്കെടുപ്പ് നടക്കുമ്പോൾ ഭരണാധികാരി സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി.